പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുള്ളതാണ് ഈ പേസ്റ്റ് കുട്ടികൾ വിഴുങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് മനസ്സിലാക്കുക. ചില പേസ്റ്റുകൾ ഫ്ലൂറൈഡ് ഉള്ളതായിരിക്കും, ചിലത് ഫ്ലൂറൈഡ് ഇല്ലാത്തതാവാം. ഫ്ലൂറൈഡ് പേസ്റ്റിൽ ആഡ് ചെയ്യുന്നത് നമ്മളുടെ ഇനാമലിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ അതിലുള്ള മറ്റൊരു ഐറ്റമാണ് അബ്രസീവ് എന്ന് പറയും. അതായത് നമ്മളുടെ പല്ലിൽ അടിഞ്ഞിരിക്കുന്ന പ്ലാക്ക്, അതായത് ഡെപ്പോസിറ്റുകൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അബ്രസീവ്സ് അതിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഏജന്റ് ആണ് ഫോമിംഗ് ഏജന്റ് എന്ന് പറയും. അതായത് നമുക്ക് പല്ല് ക്ലീൻ ആവുന്നതിനും അതുപോലെ തന്നെ പതയുണ്ടാവുന്നതിനും വേണ്ടിയാണ് ഈ ഫോമിംഗ് ഏജന്റ്. കാരണം നമുക്കറിയാം, നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് വാ കുലുക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പതഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ പേസ്റ്റും പുറത്ത് പോകുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഫോമിംഗ് ഏജന്റ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ പേസ്റ്റ് ആണെങ്കിൽ അവർക്കൊരു ടേസ്റ്റിന് വേണ്ടി ചില സ്വീറ്റ്നേഴ്സും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുടെ പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. ചെറിയ അളവിൽ, വളരെ ചെറിയ അളവിൽ വല്ലപ്പോഴും ഒക്കെ കുറച്ച് വിഴുങ്ങിയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ വിഴുങ്ങുന്നത് അത് കെമിക്കൽ ആയതുകൊണ്ട് തന്നെ പിന്നീട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടി കുലിക്കുഴിഞ്ഞ് വാ തുപ്പാൻ പഠിച്ചതിന് ശേഷം പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പല്ല് തേപ്പിക്കുന്നതായിരിക്കും നല്ലത്.